ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണ്. അമ്മാവിയമ്മയായ നവമി മരുമകളോട്, രൂത്തിനോട് പറയുകയാണ്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ? വിശ്രമസ്ഥലം അന്വേഷിക്കുവാൻ നയമി ഒരുമ്പെടുകയാണ്. വിധവയായ രൂത്തിന് വേണ്ടി ഒരാശ്വാസ സ്ഥലം ലഭിക്കണമെന്നുള്ളതായ വാഞ്ചയോടെ, ആഗ്രഹത്തോടെ യത്നിക്കുകയാണ്. വിശ്രമസ്ഥലം എവിടെയാണ്? ഈ വിശ്രമസ്ഥലം അത് അമ്മായിയമ്മ പറഞ്ഞു കൊടുത്തു. എവിടെയാണ്? വായിക്കാം 2-ാം വാക്യം മുതൽ. നീ ചേർന്നിരുന്ന ബാലിക്കാരത്തികളുടെ യജമാനായ ബോവസ് നമ്മുടെ ചാർച്ചക്കാരനല്ലയോ? അവൻ ഇന്ന് രാത്രി കളത്തിൽ യവൻ തൂറ്റുന്നു. ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. നീ പൂർണ്ണമായ കഴുകൽ പ്രാപിച്ച് സമ്പൂർണമായി ശുദ്ധീകരണം അനുഭവിച്ച് മുഴുവനായി കഴുകി വെടിപ്പാക്കി കറയും കളങ്കവും ചുളുക്കവുമില്ലാത്തവളായി നീ കളത്തിൽ ചെല്ലണം. പോരാ, നീ തൈലം പൂശണം. സുഗന്ധം നിന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് ലഭിക്കണം. നീ എവിടെ ചെല്ലുന്നോ അവിടെ സുഗന്ധം വ്യാപിക്കണം. നിന്നിൽ നിന്ന് നന്മയുടെ സുഗന്ധം മറ്റുള്ളവർക്ക് പകരാൻ നിനക്ക് സാധിക്കണം. നിന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിന് സുഗന്ധം മറ്റുള്ളവർക്ക് ലഭിക്കണം. മൂറോൻ്റെ നറുമണം മറ്റുള്ളവർക്ക് ലഭിക്കണം. നീ സുഗന്ധം പൂശി കളത്തിൽ ചെല്ലുക. കുളിച്ച് തൈലം പൂശി നീ വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. നിൻ്റെ വസ്ത്രം മാറി പുതിയ വസ്ത്രം ധരിച്ച് നീ കളത്തിൽ ചെല്ലുക. ഈ വസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വാക്യം സഭാപ്രസംഗിയുടെ പുസ്തകത്തിലെ ഒരു വാക്യമാണ്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 9-ാം അധ്യായം 8-ാം വാക്യം. നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെണ്മയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. നിന്റെ വസ്ത്രം എപ്പോഴും ശുദ്ധമായിരിക്കണം, ശുഭ്രമായിരിക്കണം. നിന്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കണം, കളങ്കമില്ലാത്ത വസ്ത്രമായിരിക്കണം. നിന്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ. എന്നുവെച്ചാൽ വെളുത്ത വസ്ത്രമേ ധരിക്കാവൂ എന്നല്ല. വെള്ള എന്ന് പറഞ്ഞത് ശുദ്ധം എന്നുള്ളതിനെ ഉദ്ദേശിച്ചാണ്. വിശുദ്ധ വസ്ത്രം, കറയില്ലാത്ത വസ്ത്രം, മാലിന്യമേശാത്ത വസ്ത്രം. നിൻ്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ. ഏത് നിറത്തിലുള്ള വസ്ത്രം എന്നുള്ളതിന് പ്രാധാന്യമില്ല. പക്ഷേ ഇതിൻ്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ, നിർമ്മലമായ വസ്ത്രം. വസ്ത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നാം 7 തരം വസ്ത്രങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ പഠിക്കാൻ തുടങ്ങുന്നത്. വസ്ത്രത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോഴാണ് തിരുവചനത്തിൽ 7 തരം വസ്ത്രങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിവരിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1 നീതിയിൻ വസ്ത്രം, 2 സ്തുതി എന്ന മേലാട, 3 രക്ഷാവസ്ത്രം, 4 ഉത്സവവസ്ത്രം, 5 വിചിത്രവസ്ത്രം, 6 വിശേഷവസ്ത്രം, 7 കല്യാണ വസ്ത്രം. 7 തരം വസ്ത്രങ്ങളെക്കുറിച്ച് ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവിധങ്ങളായ അനുഭവങ്ങളെയാണത് പ്രതിനിധീകരിക്കുന്നത്, വിവിധങ്ങളായ ആത്മീയ അനുഭവങ്ങൾ. ഓരോ വസ്ത്രവും വാസ്തവത്തിൽ സിംബോളിക്കാണ്. ഓരോ വസ്ത്രവും വാസ്തവത്തിൽ പ്രതിരൂപാത്മകമാണ്, പ്രതീകാത്മകമാണ്. വസ്ത്രം എന്ന് പറഞ്ഞത് ജീവിതത്തിൻ്റെ വിശുദ്ധിയെ കാണിക്കുന്നതിന് വേണ്ടിയാണ്, ജീവിതത്തിൽ ലഭിക്കുന്ന ആത്മീയ അനുഭവങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഓരോരുത്തരും ജീവിതത്തിൽ ഉന്നതമായ ആത്മീയ അനുഭവങ്ങൾ പ്രാപിക്കണം. എങ്കിലേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയായി ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിൽ പറന്നു വരാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ വിശുദ്ധ മണവാട്ടിയായി തീർന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിൽ കാഹളധ്വനി കേൾക്കുകയുള്ളൂ, കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുകയുള്ളൂ, പ്രധാന ദൂതൻ്റെ ശബ്ദവും കേൾക്കുകയുള്ളൂ. കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ 3 കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്കറിയാം. 1 കർത്താവിൻ്റെ ഗംഭീരധ്വനി, ഗംഭീരനാദം.
2 പ്രധാനദൂതനായ മീഖായേലിൻ്റെ ശബ്ദം. 3 ദൈവത്തിൻ്റെ കാഹളം. ആ വാക്യം നിങ്ങൾ പലർക്കും കാണാതറിയാവുന്ന വാക്യമാണ്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നല്ല ഇപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഈ കാര്യം പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ വരവിൽ മണവാട്ടി സഭ പറന്നുയരും, വിശുദ്ധന്മാർ പറന്നുയരും, നിർമ്മല വസ്ത്രം ധരിച്ചിട്ടുള്ളവർ പറന്നുയരും, നിഷ്കളങ്ക മനസാക്ഷിയോടെ ക്രിസ്തുവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തവർ പറന്നുയരും. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ ജനം മാത്രം പറന്നുയരും, മറ്റെല്ലാവരും ഉപേക്ഷിക്കപ്പെടും. അതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റൊന്ന് ഉപേക്ഷിക്കും. ഒരേ വയലിൽ വേല ചെയ്യുന്നവരാണ്, ഒരേ വയലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരേ സൺഡേ സ്കൂളിലായിരിക്കാം, ഒരേ കൺവെൻഷനിലായിരിക്കാം, ഒരേ സുവിശേഷ സംഘത്തിലായിരിക്കാം, ഒരേ സഭയിലായിരിക്കാം, ഒരേ വയലിൽ വേല ചെയ്യുകയാണ്, ഒരേ ഓഫീസിലായിരിക്കാം. 2 പേർ വയലിലിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റൊന്ന് ഉപേക്ഷിക്കും. സ്വീകരിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന 2 വിഭാഗമായി തിരിയും. 2 പേർ കിടക്കയിലായിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റൊന്ന് ഉപേക്ഷിക്കും. 2 പേർ ഉറങ്ങിക്കിടക്കുന്നു. ഒരാൾ സ്വീകരിക്കപ്പെടുന്നു, ഉറക്കത്തിൽ കേൾക്കുന്നു, ഞെട്ടി ഉണരുന്നു, കാഹളനാദം കേൾക്കുന്നു, കർത്താവിന് ഗംഭീരനാദം കേൾക്കുന്നു, ദൈവത്തിൻ്റെ കാഹളം കേൾക്കുന്നു, പ്രധാനദൂതൻ്റെ ശബ്ദം കേൾക്കുന്നു, പെട്ടെന്ന് പറന്ന് ഉയരുകയായി. എന്നാൽ മറ്റേയാൾ അവിടെ തന്നെ ഉറങ്ങിക്കിടക്കും, ഭൂമിയിൽ തന്നെ കിടക്കും. 2 പേർ കിടക്കയിലായിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റൊന്ന് ഉപേക്ഷിക്കും. 2 പേർ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരു തീയെ സ്വീകരിക്കും, മറ്റുള്ള ഉപേക്ഷിക്കും. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ജനം, ചിലയിടത്ത് രാത്രിയായിരിക്കുമ്പോൾ ചിലയിടത്ത് പകലാണല്ലോ, അത് നമുക്കറിയാം. പകലാണ് വയലിലെ വേല, പകൽ സമയത്ത് വയലിലെ വേല. അതേ സമയത്ത് തന്നെ ചിലയിടത്ത് രാത്രി ഉറങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വയലിലായിരിക്കും, 2 പേർ വയലിലായിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റൊന്ന് ഉപേക്ഷിക്കും. അതേ സമയത്ത് ചിലർ കിടക്കയിലായിരിക്കും, ഉറക്കമായിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റൊന്ന് ഉപേക്ഷിക്കും. തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, അത് പ്രഭാതത്തിൽ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് ഒരാളെ സ്വീകരിക്കും, മറ്റേയാളെ ഉപേക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വീകരിക്കപ്പെടുന്നവരുടെ കൂടെ ആയിരിക്കണമെങ്കിൽ വിശുദ്ധ മണവാട്ടിയായി നമ്മെ തന്നെ നാം സൂക്ഷിക്കണം, നമ്മെ തന്നെ നാം കരുതണം. വിശുദ്ധ മണവാട്ടി, ക്രിസ്തുവിൻ്റെ വിശുദ്ധ മണവാട്ടിക്ക് വസനമുണ്ട്, വസ്ത്രമുണ്ട്. വസനമെന്ന് ഞാൻ പറയാൻ കാരണം വിവാഹകൂദാശയിൽ പറയുന്ന വാക്ക് വസനമെന്നാണ്. വസനത്തിന് സുഗന്ധമുണ്ട്. ക്രിസ്തുവിൻ്റെ വിശുദ്ധ മണവാട്ടിയെക്കുറിച്ച് വിവാഹകൂദാശയിൽ പാടുന്നത് സുന്ദരികളിൽ അതിസുന്ദരി എന്നാണ്. നിങ്ങൾക്ക് പലർക്കും ആ ഗീതം അറിയാമായിരിക്കും, സുന്ദരികളിൽ അതിസുന്ദരി. ആ ഗീതം നോക്കി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പെൺകുട്ടി സുന്ദരിയാണെന്നല്ല പറയുന്നത്, സഭയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. സഭ വിശുദ്ധിയുടെ സൗന്ദര്യമുള്ളതാണെന്നാണ് പറയുന്നത്. വിശുദ്ധിയുടെ സൗന്ദര്യം, സാക്ഷാത്തായ സൗന്ദര്യം വിശുദ്ധിയാണ്. സാക്ഷാത്തായ സൗന്ദര്യം സ്നേഹമാണ്. സാക്ഷാത്തായ സൗന്ദര്യം ഹൃദയത്തിൻ്റെ സംസ്കാരമാണ്. പുറമേയുള്ളതായ മേനിപ്പകിട്ടല്ല, പുറമേയുള്ളതായ ആഡംബര പ്രൗഢിയല്ല, ബാഹ്യമായ സൗന്ദര്യ സവിശേഷതകളല്ല, ആന്തരികമായ സൗന്ദര്യം. സുന്ദരികളിൽ അത് സുന്ദരി, നീ ജാതികളിൻ സൂനു, നീ ജാതികളുടെ പുത്രിയാണ്, പുറജാതി പുത്രിയാണ്. എങ്കിലും നിർവൃതിയായ ശലോമോൻ നിന്നെ രാജ്ഞിയായി വേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. രാജാവായ ശലോമോൻ നിന്നെ രാജ്ഞിയാക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പാടിക്കേൾക്കാം. സുന്ദരികളിലതി സുന്ദരി നീ, ജാതികളിൽ സൂനു, നൃപതി ശലോമോൻ വിമല സഭേ, നിന്നെ ലാളിപ്പൂ, നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു, വാസന സുഗന്ധം നീസാൻ കുസുമസമം, സഭയെ സകലവിധം സുമുഖി
സഭയാകുന്ന കന്യക സുന്ദരിയാണ്, കറ തീണ്ടാത്തവളാണ്. അവളുടെ അധരങ്ങൾ മധു വർഷിക്കുന്നു, മധു വർഷിക്കുന്നു. എന്താണ് ഈ പറഞ്ഞത്? തേനിലും തേൻകട്ടയിലും മധുരമായ വചനം നാവുകളിൽ നിന്ന് പൊഴിയുന്നു, അധരങ്ങൾ കൂടി ഒഴുകുന്നു. വിശുദ്ധ സഭയുടെ അധരങ്ങളിൽ നിന്ന് തേനിലും തേൻകട്ടയിലും മധുരമായ വചനം പൊഴിയുന്നു. ഇതെല്ലാം പാടിപ്പോകാറുണ്ട്, നാം പാടി കേൾക്കാറുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അധരങ്ങൾ മധു വർഷിക്കാറുണ്ടോ? ആ വിവാഹ സമയത്തെ കാര്യം മാത്രമല്ല പറയുന്നത്. സഭയാകുന്ന മണവാട്ടി വിശുദ്ധ ജനമായിരിക്കണം, കറ തീണ്ടാത്തവളായിരിക്കണം. സഭയാകുന്ന മണവാട്ടി മധു വർഷിക്കുന്ന അധരങ്ങളുള്ളതായിരിക്കണം. ചുണ്ടുകളിൽ നിന്ന് മധു വർഷിക്കുന്നു, തേനോലുന്നു, തേൻ ഒഴുകുന്നു, തേൻ വർഷിക്കുന്നു, തേൻ വചനം പൊഴിയുന്നു. നമ്മുടെയൊക്കെ അധരങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ ചിന്തിക്കണം. മറ്റുള്ളവർ ദുഷിക്കാറില്ലേ? മറ്റുള്ളവരെ വിമർശിക്കാറില്ലേ? മറ്റുള്ളവരുടെ കുറ്റം പറയാറില്ലേ? അരുതാത്ത വാക്കുകൾ നാവിൽ വരാറില്ലേ? കോപിച്ച് സംസാരിക്കാറില്ലേ? ഇഷ്ടക്കേടോടെ സംസാരിക്കാറില്ലേ? വൈരാഗ്യത്തോടെ സംസാരിക്കാറില്ലേ? ഒരുപക്ഷെ ശപിക്കാറില്ലേ? രാഗാറില്ലേ? ചിന്തിക്കൂ, മധുവാണോ വർഷിക്കുന്നത്? ഈ അധരങ്ങൾ, സുന്ദരിയായ സഭയാകുന്ന കന്യകയുടെ അധരങ്ങൾ മധു വർഷിക്കണം. ദൈവത്തിന് സ്തോത്രം. വസന സുഗന്ധം നീസാൻ കുസുമസമം. വസനം വസ്ത്രത്തിന് സുഗന്ധമുണ്ട്. ആ വസ്ത്രം സുഗന്ധപൂരിതമാണ്, ഫ്രാഗ്രൻസ്, സുഗന്ധമുള്ളതാണ്. വസനത്തിൻ്റെ സുഗന്ധം അത് ശ്രേഷ്ഠമായ നീസാനിലെ പുഷ്പത്തിന് തുല്യമാണ്. നീസാൻ പൂവിൽ നിന്ന് വരുന്നതായ ആ പൂവിൻ്റെ ആകർഷകമായ സൗരഭ്യമാണ് ഈ സുന്ദരിയായ സഭയാകുന്ന മണവാട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വസന സുഗന്ധമുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്ന മന്ത്രകോടിയുടെ കാര്യമാണ് ഈ പറയുന്നത്. മന്ത്രകോടിയെന്നോ നമ്മുടെ വടക്കൻ പ്രദേശത്ത് പറയുന്ന വിരിപ്പാവെന്നോ എന്തുമാകാം. വസന സുഗന്ധം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സുഗന്ധം പൊഴിയുന്നുണ്ടോ? ജീവിതം സുഗന്ധം പൊഴിയുന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? നമ്മിൽ നിന്ന് സ്നേഹം പൊഴിയുന്നുണ്ടോ? നമ്മിൽ നിന്ന് വിശുദ്ധി പൊഴിയുന്നുണ്ടോ? നാം ഇതെല്ലാം പാടാറുണ്ടെങ്കിലും അർത്ഥം ഗ്രഹിക്കാറുണ്ടോ? വിവാഹകൂദാശയിൽ നിൽക്കുമ്പോൾ ധ്യാനത്തിൽ ലയിച്ച് ആനന്ദിച്ച് ഈ ഗീതങ്ങളെല്ലാം കേൾക്കുമ്പോൾ കോരിത്തരിച്ച് നിൽക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, പണ്ട് ഒരവസരത്തിൽ മാനസാന്തരപ്പെട്ടതിന് അധികം കഴിഞ്ഞല്ല, ഒരവസരത്തിൽ ഞാൻ വിവാഹകൂദാശയിൽ പങ്കെടുത്തപ്പോൾ അന്ന് മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലമേൽ ഇറങ്ങി വന്ന മഹോന്നതൻ ഈ ദമ്പതികളെ ആശീർവദിക്കുമാറാകട്ടെ എന്ന് വന്യപുരോഹിതൻ ആശീർവാദത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഹാലേലുയ എന്ന് പറഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. അല്പം ഉച്ചത്തിലായിപ്പോയി. മറ്റുള്ളവർ തിരിഞ്ഞു നോക്കി. മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലമേൽ ഇറങ്ങി വന്ന മഹോന്നതൻ ഈ ദമ്പതികളെ ആശീർവദിക്കുമാറാകട്ടെ. എത്ര അർത്ഥവത്താണ് അതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സഭയാകുന്ന മണവാട്ടി സുന്ദരിയാണ്, സഭയാകുന്ന മണവാട്ടി സുഗന്ധമുള്ളവളാണ്, സഭയാകുന്ന മണവാട്ടി വസ്ത്രം ധരിച്ചവളാണ്. അവൾ ധരിക്കുന്ന വസ്ത്രം, ആ മന്ത്രകോടി, അത് വസനത്തിൻ്റെ സുഗന്ധം, ആ വസ്ത്രത്തിൻ്റെ സുഗന്ധം പരിസരങ്ങളിലേക്ക് പ്രസരിപ്പിക്കുന്നവളാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വീട്ടിൽ നമ്മിൽ നിന്ന് സ്നേഹത്തിന് സുഗന്ധം പരക്കുന്നുണ്ടോ? നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, നാം ജോലി ചെയ്യുന്ന ഓഫീസിൽ നമ്മിൽ നിന്ന് സുഗന്ധം പരക്കുന്നുണ്ടോ? നാം പ്രവർത്തിക്കുന്ന രംഗങ്ങളിൽ, നിങ്ങൾ ചിലർ ഹോസ്റ്റൽ റൂമിൽ താമസിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ഹോസ്റ്റലിൽ നിങ്ങളിൽ നിന്ന് സുഗന്ധമാണോ പരക്കുന്നത്, അതോ പുറത്തു പറയാൻ അറയ്ക്കുന്ന കാര്യങ്ങളാണോ നടക്കുന്നത്? ലജ്ജാകരമായ കാര്യങ്ങളാണോ സംഭവിക്കുന്നത്? റാഗിങ് എന്ന് ഓവനെ പേര് വിളിക്കുന്ന ക്രൂരവും ഭീകരവുമായ അഴിഞ്ഞാട്ടങ്ങളാണോ അവിടെ നടമാടുന്നത്? ദൈവത്തിന് സ്തോത്രം. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. വസനത്തിന് സുഗന്ധമുണ്ട്. നിൻ്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ. സഭയാകുന്ന മണവാട്ടിയുടെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കണം. വെണ്മയുള്ള വസ്ത്രം,
നീ കുളിക്കണം, നീ തൈലം പൂശണം, നീ വസ്ത്രം ധരിക്കണം. വസ്ത്രം ധരിച്ച് വേണം ചെല്ലാൻ. വസ്ത്രം ധരിക്കുക. നമ്മുടെ ജീവിതം നഗ്നമായി പോകരുത്. വസ്ത്രം ധരിക്കാതെ നഗ്നമായി പോകരുത്. മനുഷ്യരുടെ മുമ്പിൽ നാം നഗ്നരല്ല. സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിൽ നാം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ തനിനിറം എന്താണ്? അത് അതേപടി ദൈവം കാണുന്നു. അതേപോലെ ആയിരിക്കുന്ന പ്രകാരം അത് അയത്നസിദ്ധമായി എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസായി അത് റെക്കോർഡാണ്. ആരും പ്രത്യേകിച്ച് റെക്കോർഡ് ചെയ്യേണ്ട. ദൈവത്തിന് സ്തോത്രം. സ്വാഭാവികമായും സ്വസിദ്ധമായും അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ലവോദിക്ക സഭയ്ക്കുള്ള ദൂതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ശ്രദ്ധിക്കൂ. നീ നഗ്നയാണ് എന്ന് നീ അറിയുന്നില്ല, നീ നഗ്നനാണെന്ന് നീ അറിയുന്നില്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കിയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ആസിയയിലെ 7 സഭകളിൽ ഒടുവിലത്തേതായ ലവോദിക്ക സഭയ്ക്കുള്ള ദൂതിലാണ് പറയുന്നത്. നീ അറിയുന്നില്ല അതിൻ്റെ സാക്ഷാത്തായ അവസ്ഥ. നീ നഗ്നനാണെന്ന് നീ അറിയുന്നില്ല. നീ വസ്ത്രം എടുത്തിട്ടുണ്ടെന്നാണ് നിൻ്റെ ധാരണ. നിൻ്റെ ലജ്ജ ആരും കാണുന്നില്ലെന്നാണ് നിൻ്റെ ധാരണ. നഗ്നനാണെന്ന് നീ അറിയുന്നില്ല, കുരുടനാണെന്ന് നീ അറിയുന്നില്ല, ദരിദ്രനാണ് എന്ന് നീ അറിയുന്നില്ല. നിനക്ക് ആ കാര്യം ബോധ്യമില്ല. നീ അരിഷ്ടനാണ്, നീ നിർഭാഗ്യനാണ് എന്ന് നീ അറിയുന്നില്ല. ഭാഗ്യം കെട്ടവനാണെന്ന് നീ അറിയുന്നില്ല. നിർഭാഗ്യകരമായ അവസ്ഥയിലാണെന്ന് നീ അറിയുന്നില്ല. നീ അരിഷ്ടനാണ്, നീ ഏറ്റവും ദയനീയമായ അവസ്ഥയിലാണ് എന്ന് നീ അറിയുന്നില്ല. നീ നിർഭാഗ്യനും അരിഷ്ടനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുന്നു, ദരിദ്രനുമെന്ന് നീ അറിയാതിരിക്കുന്നു. നീ ധരിച്ചു വച്ചിരിക്കുന്നതോ ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. സ്നേഹിത, നിൻ്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. ഹൃദയത്തിലെ ധാരണ എങ്ങനെയാണ്? എനിക്ക് പള്ളിയുണ്ട്, എനിക്ക് ആരാധനയുണ്ട്, എനിക്ക് നമസ്കാരങ്ങളുണ്ട്, എനിക്ക് കൂദാശകളുണ്ട്, എനിക്ക് അനുഗ്രഹകരമായ പെരുന്നാളുകളുണ്ട്, വളരെ മനോഹരമായ പ്രാർത്ഥനകളുണ്ട്, വളരെ ഹൃദ്യമായ സദറകളും പ്രമ്യോനുകളും ഉണ്ട്, വളരെ ഹൃദ്യമായ ഗീതങ്ങളുണ്ട്, ഹൃദയത്തെ സ്പർശിക്കുന്ന നല്ല പ്രാർത്ഥനകളുണ്ട്. നാം പലതിലും അഭിമാനിച്ചുകൊണ്ട് കഴിയുകയാണ്. കൊള്ളാം, അഭിമാനിച്ചുകൊള്ളൂ. നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്നാണ് നീ പറയുന്നതെന്നാണ്. എനിക്കൊന്നിനും മുട്ടില്ല. ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ പറന്നു പോകും. നീ ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ഇത്ര വർഷം മുമ്പ് മാനസാന്തരപ്പെട്ടതാണ്, ഞാനങ്ങ് രക്ഷപ്പെട്ടുകൊള്ളും, ഇതാണ് നീ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇത്ര വർഷം മുമ്പ് ഞാൻ ജീവിതം കർത്താവിന് സമർപ്പിച്ചതാണ്, ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഞാനും പറന്നു പോയിക്കൊള്ളും. സ്നേഹിത, നിൻ്റെ ജീവിതത്തിന് തനതായ അവസ്ഥ നീ ഇപ്പോൾ അറിയുന്നില്ല. എന്നാൽ കേൾക്കൂ, നിൻ്റെ അവസ്ഥ എന്താണ്? നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് നീ ഇപ്പോൾ അറിയുന്നില്ല. പക്ഷേ അതാണ് നിൻ്റെ അവസ്ഥ. നീ നിർഭാഗ്യനാണ്, നീ അരിഷ്ടനാണ്, നീ ദരിദ്രനാണ്, നീ കുരുടനാണ്, നീ നഗ്നനാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, നിനക്ക് ഞാൻ ബുദ്ധി പറഞ്ഞു തരികയാണ്. നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതിക്കഴിച്ച പൊന്നും നിന്നെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എല്ലാം നിനക്ക് ഞാൻ സൗജന്യമായി തന്നതായിരുന്നു, ഒരു വിലയും കൊടുക്കാതെ ഞാൻ തന്നതായിരുന്നു. നീ പ്രാർത്ഥിച്ചില്ല, നീ ഉപവസിച്ചില്ല, നീ ജാഗരിച്ചില്ല, നീ കഷ്ടപ്പെട്ടില്ല. ഇതാ സ്നേഹത്തിൻ്റെ അത്ഭുതകരമായ കൃപയുടെ സുവിശേഷം നിൻ്റെ കാതിൽ കൊണ്ടുവന്ന് ഒഴിച്ചു തരികയായിരുന്നു, നിന്നെ നാട്ടിൽ കൊണ്ടുവന്ന് തരികയായിരുന്നു. നിന്നെ പിടിച്ചിരുത്തി സ്നേഹത്തോടെ തലോടി നിൻ്റെ പ്രശ്നങ്ങൾ മാറ്റി സമാധാനം തന്ന് നിനക്ക് സുവിശേഷം തരികയായിരുന്നു. പക്ഷേ നീ അത് ഗവനിച്ചില്ല. ഇനി എന്തു ചെയ്യണം? ഇനി നീ വിലയ്ക്ക് വാങ്ങണം. നീ ആവശ്യക്കാരനാണെങ്കിൽ ഇനി സൗജന്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്, വില കൊടുത്തു വാങ്ങണം. എന്താണ് വില? അനുതാപത്തിൻ്റെ കണ്ണീര് വിലയായി ഒഴുക്കണം. അനുതാപത്തിൻ്റെ കണ്ണീര് അത് നീ അനുദപിച്ചില്ല, നീ കരഞ്ഞില്ല. കൃപ സൗജന്യമായി നിനക്ക് ലഭിച്ചു, ദൈവസ്നേഹം സൗജന്യമായി നിനക്ക് ലഭിച്ചു, സൗജന്യമായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിനക്ക് ലഭിച്ചു. നീ ഒന്നും ആഗ്രഹിച്ചില്ലെങ്കിൽ മാനസാന്തരം നിനക്ക് കൊണ്ടുവന്ന് തന്നു. എന്നാൽ ഇനി നീ വില കൊടുത്തു വാങ്ങണം. എന്താണ് പറഞ്ഞത്? നീ നഗ്നനും കുരുടനും നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും എന്ന് നീ അറിയാതിരിക്കിയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതിക്കഴിച്ച പൊന്നും നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും
നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേവവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ നിന്നോട് ബുദ്ധി പറയുന്നു. വെള്ളയുടുപ്പ് വിലയ്ക്ക് വാങ്ങുക. നീ നഗ്നനാണ്, വെള്ളയുടുപ്പ് വിലയ്ക്ക് വാങ്ങുക. ഇന്ന് സുവിശേഷം അറിയാവുന്ന പലരും, മാനസാന്തരപ്പെട്ട പലരും, ഒരുപക്ഷെ ഈ വാക്കുകൾ കേൾക്കുന്നവരിൽ ചിലരെങ്കിലും മാനസാന്തരപ്പെട്ടവരായിരിക്കും. സ്നേഹിതരെ, ഞാൻ പറയട്ടെ, അനേകം പേരും മാനസാന്തരപ്പെട്ടുവെങ്കിലും ഇന്നും ചില രഹസ്യ പാപങ്ങളുടെ അടിമത്തത്തിൽ കഴിഞ്ഞു കൂടുകയാണ്. ചില രഹസ്യ പാപങ്ങൾ, പുറമേ പക്ഷേ മദ്യപിക്കുന്നില്ല, പുറമേ വേണ്ടാത്ത ജീവിതമില്ല, പുറമേ അഴുക്കായ ജീവിതമില്ല, പുറമേ മ്ലേച്ഛമായ ജീവിത വൃത്തികളില്ല, പുറമേ കൊള്ളയോ കവർച്ചയോ ഇല്ല. പക്ഷേ രഹസ്യ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് നോക്കുമ്പോൾ കാണാം അവിടെ പാപം നിഗൂഢമായിട്ടുണ്ട് എന്ന്. ജീവിതത്തിൽ ഇന്നും ദ്രവ്യാഗ്രഹമുണ്ട്, ഇന്നും ജീവിതത്തിൽ അഹങ്കാരമുണ്ട്, ഇന്നും ജീവിതത്തിൽ സ്ഥാനമോഹമുണ്ട്, ഇന്നും ജീവിതത്തിൽ ചിലരോട് വൈരാഗ്യമോ പകയോ വിദ്വേഷമോ ഇഷ്ടക്കേടോ മുഷിച്ചിലോ ഉണ്ട്. ഇന്നും ഹൃദയത്തിൽ അശുദ്ധ വികാരങ്ങളുണ്ട്, ഇന്നും ഹൃദയത്തിൽ അശുദ്ധി താലോലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് മനോരാജ്യങ്ങളിൽ അശുദ്ധിയുണ്ട്, വളരെ മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ ജീവിതത്തിലുണ്ട്. സ്നേഹിത, നീ ഒരിക്കൽ മാനസാന്തരപ്പെട്ടവനാണെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്ന ഉപദേശം നീ ഇനിയും മാനസാന്തരപ്പെടണമെന്നാണ്. നീ അനുതാപത്തിൻ്റെ കണ്ണീരൊഴുക്കി നീ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരണമെന്നാണ്. വെള്ളയുടുപ്പ് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം മുതൽ. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. സർദീസ് സഭയ്ക്കുള്ള ദൂതിൽ പറയുന്നു, അവിടെ കുറച്ച് പേരുണ്ട്, ഒരു ന്യൂനപക്ഷം ആളുകളുണ്ട്, അധികം പേരില്ല. അവർ ഉടുപ്പ് മലിനമാകാത്തവരാണ്. ആ ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതൊരാശ്വാസകരമായ ദൂതാണ്. ഏതാനും പേരുണ്ട് ഉടുപ്പ് മലിനമാകാത്തവർ. ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം കൃപയാൽ അഴുക്ക് പറ്റാതെ, ചെളി പുരളാതെ, കറ പിണയാതെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച ചിലരുണ്ട്. ദൈവത്തോട് ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം തിന്മയിലേക്ക് പോകാതെ, പൈശാചികൻ്റെ ബന്ധനത്തിൽ പെട്ടുപോകാതെ, വളരെ കരുതലോടെ ജീവിച്ച്, സൂക്ഷ്മതയോടെ ജീവിച്ച്, തന്നെത്താൻ സൂക്ഷിച്ച് ജീവിച്ച്, അങ്ങനെ ഉടുപ്പ് മലിനമാകാത്ത കുറേ പേരുണ്ട്. ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. യേശുക്രിസ്തു പറയുകയാണ്, എന്നോടുകൂടെ നടക്കും. അവർ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് നടക്കും. അവർ യോഗ്യന്മാരാണ്. എൻ്റെ സ്നേഹിതരെ, ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വെള്ള ധരിച്ചുകൊണ്ട് എൻ്റെ യേശുവിൻ്റെ കൂടെ നടക്കാൻ എനിക്ക് ഇടയാകണം. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ യേശുവിൻ്റെ കൂടെ നടക്കാൻ എനിക്ക് ഇടയാകണം. അശുദ്ധിയേശാത്തൊരു ജീവിതവുമായി യേശുവിൻ്റെ സന്നിധിയിലേക്ക് പറന്നെത്താൻ എനിക്ക് ഇടയാകണം. ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം ഒരു ദിവസം ഞാൻ കേൾക്കും. ഇവിടെ കയറി വരുവീൻ. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷേ മരണനേരത്തായിരിക്കാം, മരണം പഴുവാതിൽ നിന്ന് മുട്ടുകയായിരിക്കാം. ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേട്ട് എൻ്റെ ആത്മാവ് പറന്നു ചെല്ലും. കറവിരളാത്തനായി ഞാൻ ചെല്ലും. തീരുമാനിക്കാമോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉടമ്പടി ചെയ്യാമോ? ദൈവത്തോട് വാക്ക് പറയാമോ? കർത്താവേ, കറയില്ലാത്തവളായി, അഴുക്ക് പറ്റാത്തവനായി, ജീവിതത്തിൽ നിഷ്ഠയുള്ളവനായി ജീവിച്ച്, കർത്താവേ, ജീവനുള്ള നാഥൻ്റെ അരികിലേക്ക് എനിക്ക് പറന്നു വരണം. അതിന് കർത്താവേ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ കർത്താവേ, ഞാൻ അനുതാപത്തിന് കണ്ണീര് പൊഴിച്ചുകൊണ്ട് മുമ്പാകെ ഞാൻ വരികയാണ്. നിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ ആ തിരുരക്തം, നിൻ്റെ ജയമുള്ള സ്ലീബായിൽ കൂടെ ഒലിച്ചിറങ്ങി വരുന്നതായ ആ തിരുരക്തം, കിനിഞ്ഞൊഴുകി വരുന്ന തിരുരക്തം, കർത്താവേ, എൻ്റെ മേൽ ഒരു തുള്ളി വന്ന് പതിയണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനുതാപത്തിൻ്റെ കണ്ണീരോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ തിരുരക്തം വന്ന് നിങ്ങളെ കഴുകും. കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കഴുകും. നിങ്ങളുടെ ജീവിതം സംശുദ്ധമായി തീരും. എല്ലാം കഴുകിത്തരും. എത്ര ഹീനപാതകം വന്നെങ്കിലും അതും കഴുകിത്തരും. എത്ര മ്ലേച്ഛമായ പാപമാണ് വന്നതെങ്കിലും അതും കഴുകിത്തരും. കഴുകാൻ കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കഴുകാൻ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തമുണ്ട്. കഴുകാൻ ഊനമില്ലാത്ത കുഞ്ഞാട് ഇറക്കപ്പെട്ടിട്ടുണ്ട്. യേശുക്രിസ്തു ക്രൂശിൽ അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ തിരുവലാവിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ കർത്താവിനോട് പറയണം, കർത്താവേ, തിരുരക്തത്താലിന് കഴുകി, കർത്താവേ, എൻ്റെ വസ്ത്രം വെണ്മയുള്ളതാക്കി തരണമേ, എൻ്റെ വസ്ത്രം വെണ്മയാക്കി തരണമേ. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നെന്നാണ് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ അവസാനം കാണുന്നത്. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. രക്തത്തിൽ അങ്കി അലക്കിയാൽ വെളുക്കുകയാണോ? അഴുക്കെല്ലാം പോകുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഇന്ന്
എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിരിക്കുന്ന ഇരിപ്പിൽ കർത്താവിൻ്റെ ഒരു വാക്ക് പറയുമോ? കർത്താവേ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ എൻ്റെ ജീവിത വസ്ത്രത്തെ നീ കഴുകിത്തരണം. എനിക്ക് വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് തിരുവൻപാവം നിൽക്കണം. വെള്ള ധരിച്ചുകൊണ്ട് എൻ്റെ നാഥൻ്റെ കൂടെ നടക്കണം. എൻ്റെ കർത്താവേ, എന്നിൽ നിന്ന് നീസാൻ കുസുമത്തിൻ്റെ ആ സുഗന്ധം പരിലസിച്ചുകൊണ്ട് പരിസരങ്ങളിലേക്ക് പ്രസരിക്കണം. കരുണയുള്ള കർത്താവേ, ഇന്ന് എൻ്റെ അധരങ്ങളിൽ നിന്ന് മധു വർഷിക്കണം. കർത്താവേ, ഇനിയുള്ള ജീവിതകാലം മുഴുവൻ എൻ്റെ അധരങ്ങളിൽ നിന്ന് തേനോലുന്ന വചനം, അനേകർക്ക് ആശ്വാസം പകരുന്ന വചനം, അനേക രക്ഷയിലേക്ക് നയിക്കുന്ന വചനം, ക്രൂസിൻ്റെ രക്ഷാ സന്ദേശം പകരുന്ന വചനം അനേകർക്ക് പ്രദാനം ചെയ്യാൻ ഈ പാവിയായി എന്നെ നീ യോഗ്യനാക്കി തീർക്കണതിനായി തിരക്തത്താൽ എന്നെ കഴുകണമേ, തിരക്തത്താൽ എന്നെ ആവരണം ചെയ്യണമേ, തിരക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ, തിരക്തത്താൽ എന്നെ രൂപാന്തരപ്പെടുത്തണമേ, തിരക്തത്താൽ പുതുമ എനിക്ക് തരണമേ, ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരക്തം ഞങ്ങളോട് ഗുണകരമായി സംസാരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഗോകുൽത്തായിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂസിൽ വെച്ച രക്ഷക, അവിടുത്തെ തിരക്തത്തിൻ്റെ അത്ഭുത ശക്തി ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഭാഗ്യം തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, വചനം കേട്ട എല്ലാവരെയും തൊടണമേ, തലോടണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ.